Hi friends, all of you, welcome back to my YouTube channel. It's me, Ajith Anaswara. ഇന്ന് 10th ക്ലാസ് ഇംഗ്ലീഷ് മീഡിയം ബാച്ചിന് വേണ്ടിയുള്ള ബയോളജിയിലെ സെക്കൻഡ് ചാപ്റ്റർ വിൻഡോസ് ഓഫ് നോളജ് എന്ന ചാപ്റ്ററിലെ 5th പാർട്ട് ക്ലാസ് ആണ്. അപ്പോൾ ഇതിന് തൊട്ട് മുമ്പുള്ള വീഡിയോയുടെ ലിങ്ക് ഞാനിവിടെ ഈ വീഡിയോയ്ക്ക് തൊട്ട് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അത് വാച്ച് ചെയ്യാത്തവരുണ്ടെങ്കിൽ കൃത്യമായും ആ വീഡിയോ കൂടി വാച്ച് ചെയ്യുക. ഒരിക്കൽ കൂടി വീഡിയോയിലേക്ക് സ്വാഗതം. ഡിഫെക്ട്സ് ആൻഡ് ഡിസീസ് എന്ന ടോപ്പിക്കാണ് ഇന്ന് നമ്മൾ ആദ്യമായിട്ട് പഠിക്കാനായിട്ട് പോകുന്നത്. നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കടക്കാം. നൈറ്റ് ബ്ലൈൻഡ്നെസ് അഥവാ നിശാന്തത എന്ന ഐ ഡിസീസിനെ കുറിച്ചാണ് നമ്മൾ ആദ്യം ഇവിടെ ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത്. ഇവിടെ ഈ രോഗം പഠിക്കുമ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ച 1-2 കാര്യങ്ങൾ കൂടി നമ്മളിവിടെ ഓർത്തിരിക്കേണ്ടതായിട്ട് ഉണ്ട്. റെറ്റിനാൽ നമ്മൾ പഠിച്ചതാണ്. റെറ്റിനാൽ എന്താണെന്നുള്ളത് എ പാർട്ട് ഓഫ് വിഷ്വൽ പിഗ്മെൻറ്റ്, വിഷ്വൽ പിഗ്മെൻറ്റിൻ്റെ ഭാഗമാണ് എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. കൂടാതെ ഈസ് ഡിറൈവ്ഡ് ഫ്രം വിറ്റാമിൻ എ. ഈ റെറ്റിനാൽ എന്ന് പറയുന്ന പദാർത്ഥം അല്ലെങ്കിൽ ഘടകം എവിടെ നിന്നുണ്ടായി വരുന്നതാണ്? വിറ്റാമിൻ എയിൽ നിന്നും രൂപം കൊള്ളുന്നതാണ് എന്നുള്ള കാര്യവും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. The deficiency of vitamin A results in the low production of retina. വിറ്റാമിൻ എയുടെ ഡെഫിഷ്യൻസി, അതായത് അഭാവം, ലഭ്യമല്ലാതെ വരുന്ന അവസ്ഥ എന്ന് പറയുന്നത് എന്ത് ചെയ്യും? റെറ്റിനാളിൻ്റെ പ്രൊഡക്ഷൻ ലോയാക്കും. അതായത് എന്ത് ചെയ്യും? റെറ്റിനാളിൻ്റെ ഉൽപ്പാദനം കുറയുന്നതിന് കാരണമാകും. ദിസ് ഇൻ ടേൺ പ്രിവെൻറ്റ്സ് ദ റീസിന്തസിസ് ഓഫ് റോഡോപ്സിൻ. മാത്രവുമല്ല റോഡോപ്സിൻ്റെ പുനർനിർമ്മാണം തടസ്സപ്പെടുന്നതിനും ഇത് കാരണമാകും. ഇൻ ദിസ് കണ്ടീഷൻ, ഈ അവസ്ഥയിൽ ഒബ്ജക്ട്സ് കനോട്ട് ബി സീൻ ക്ലിയർലി ഇൻ ഡിം ലൈറ്റ്. നമുക്ക് വസ്തുക്കളെ മങ്ങിയ വെളിച്ചത്തിൽ, ഡിം ലൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? മങ്ങിയ വെളിച്ചത്തിൽ ആ വസ്തുക്കളെ വ്യക്തമായിട്ട് കാണാൻ കഴിയാതെ വരികയും ചെയ്യുന്നു. ആൻഡ് ദിസ് ഡിസീസ് ഈസ് കാൾഡ് നൈറ്റ് ബ്ലൈൻഡ്നെസ്. ഈ രോഗത്തെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? നിശാന്തത അല്ലെങ്കിൽ നൈറ്റ് ബ്ലൈൻഡ്നെസ് എന്ന് വിളിക്കുന്നത്. സെക്കൻഡ് നമ്മൾ പഠിക്കുന്ന ഐ ഡിസീസാണ് സിറോഫ്താൽമിയ. ഇഫ് ദർ ഈസ് എ പ്രിലോങ്ഡ് ഡെഫിഷ്യൻസി ഓഫ് വിറ്റാമിൻ എ, വിറ്റാമിൻ എയുടെ തുടർച്ചയായ അഭാവം മൂലം ഇത് കൺജക്റ്റൈവ ആൻഡ് കോർണിയ ബിക്കം ഡ്രൈ ആൻഡ് ഒപെക്. നേത്രാവരണവും കോർണിയയും വരണ്ട് കോർണിയ അദാര്യമായി തീരുന്നു. ഒപ്പേക്ക് എന്ന് പറയുന്നത് എന്താണ്? അദാര്യമായി തീരുക, അല്ലേ? പ്രകാശത്തെ കടത്തിവിടാത്ത അവസ്ഥയിലേക്ക് എത്തുന്നു. ദിസ് കാസസ് സിറോഫ്താൽമിയ. ഇത് എന്തിന് കാരണമാകും? സിറോഫ്താൽമിയ എന്ന് പറയുന്ന അവസ്ഥയിലേക്കും. ആൻഡ് ലീഡ്സ് അൾട്ടിമേറ്റ്ലി ടു ബ്ലൈൻഡ്നെസ്. അത് എന്തിന് കാരണമാകും? ബ്ലൈൻഡ്നെസ്, അന്ധതയിലേക്ക് നയിക്കുകയും ചെയ്യും. നെക്സ്റ്റ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന ഐ ഡിസീസ് എന്ന് പറയുന്നത് കളർ ബ്ലൈൻഡ്നെസ് അഥവാ വർണ്ണാന്ധതയാണ്. നിങ്ങൾക്ക് സ്ക്രീനിലൊരു ഫിഗർ കാണാൻ കഴിയും. അതിൽ എഴുതിയിരിക്കുന്ന സംഖ്യ നിങ്ങൾക്ക് വ്യക്തമായിട്ട് വായിക്കാനായിട്ട് കഴിയുന്നുണ്ടോ? ഉണ്ടാവും, അല്ലേ? ദ റെറ്റിന കണ്ടെയ്ൻസ് കോൺ സെൽസ് വിച്ച് ക്യാൻ ഡിറ്റക്റ്റ് റെഡ്, ഗ്രീൻ ആൻഡ് ബ്ലൂ കളേഴ്സ്. റെഡ്, ഗ്രീൻ ആൻഡ് ബ്ലൂ കളേഴ്സ് എന്ന് പറയുന്നത് എന്ത് കളേഴ്സാണ്? പ്രൈമറി കളേഴ്സാണ്, പ്രാഥമിക വർണ്ണങ്ങളാണ്. നമുക്കറിയാം നമ്മുടെ റെറ്റിനയിൽ എന്തുണ്ട്? ഈ 3 നിറങ്ങളെ, റെഡ്, ഗ്രീന്, ബ്ലൂ എന്നീ കളേഴ്സിനെ തിരിച്ചറിയാൻ കഴിയുന്ന രീതിയിലുള്ള എന്തുണ്ടെന്നറിയാം? കോൺ സെല്ലുകൾ ഉണ്ട് എന്നുള്ള കാര്യം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ചതാണ്. Some persons cannot distinguish green and red colors due to the defects of cone cell. ചില ആളുകൾക്ക് അവരുടെ കോൺ സെല്ലിലെ തകരാറ് മൂലം ഗ്രീൻ കളറിനെയും റെഡ് കളറിനെയും തിരിച്ചറിയാനായിട്ട് കഴിയാതെ വരുന്നു. ദിസ് കണ്ടീഷൻ ഈസ് കാൾഡ് കളർ ബ്ലൈൻഡ്നെസ്. ഈ അവസ്ഥയെ വിളിക്കുന്ന പേരാണ് എന്ത്? കളർ ബ്ലൈൻഡ്നെസ് അഥവാ വർണ്ണാന്ധത എന്ന് വിളിക്കുന്നത്. ഇവിടെ ഒരു ക്വസ്റ്റ്യൻ കൂടി നമുക്ക് പഠിക്കാനുണ്ട്. ക്യാൻ യു ഗസ് വൈ പേഴ്സൺസ് വിത്ത് കളർ ബ്ലൈൻഡ്നെസ് ആർ നോട്ട് സെലക്റ്റഡ് ഫോർ മിലിറ്ററി ഓർ ഫോർ ജോബ്സ് ലൈക്ക് ദാറ്റ് ഓഫ് എ ഡ്രൈവർ, പൈലറ്റ് എക്സെട്ര? എന്തുകൊണ്ടാവാം കളർ ബ്ലൈൻഡ്നെസ് ഉള്ള ഒരു വ്യക്തിയെ നമ്മൾ മിലിറ്ററിയിലേക്കോ അല്ലെങ്കിൽ ഡ്രൈവർ, പൈലറ്റ് പോലുള്ള ജോലികൾക്കോ തിരഞ്ഞെടുക്കാത്തത്?
നിങ്ങളെല്ലാവരും വാഹനത്തിൽ സഞ്ചരിക്കുന്നവരാണ്. നമ്മൾ വാഹനം സഞ്ചരിക്കുമ്പോൾ റോഡിൽ സിഗ്നൽ ലൈറ്റുകൾ കണ്ടിട്ടുണ്ട് അല്ലേ? ആ സിഗ്നൽ ലൈറ്റുകളിൽ റെഡ് കത്തുമ്പോൾ എന്ത് ചെയ്യും? വാഹനം നിർത്തേണ്ടതാണ് എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിവുള്ളതാണ്. അതുപോലെ അതിലെ ഗ്രീൻ ലൈറ്റ് കത്തുമ്പോൾ വാഹനം എന്ത് ചെയ്യും? മുന്നോട്ട് പോകുന്നത് നമുക്ക് അറിയാവുന്ന കാര്യം. അപ്പോൾ അങ്ങനെ ഈ രണ്ട് നിറങ്ങളെ തിരിച്ചറിയാൻ കഴിയാത്ത ഒരു വ്യക്തിയെ നമുക്ക് ഡ്രൈവറായിട്ട് അപ്പോയിൻ്റ് ചെയ്യാൻ കഴിയുമോ? ഇല്ല. അപ്പോൾ അതിനുള്ള കാര്യം നമ്മളിവിടെ പഠിച്ചു കഴിഞ്ഞു. നാലാമതായി നമ്മൾ പഠിക്കുന്ന ഐ ഡിസീസാണ് ഗ്ലോക്കോമ. അക്വസ് ഹ്യൂമർ ഈസ് ദ ഫ്ലൂയിഡ് വിച്ച് നറിഷസ് ദ ടിഷ്യൂസ് ഇൻ ദ ഐസ്. നമ്മൾ ഈ ചാപ്റ്ററിൻ്റെ രണ്ടാമത്തെ പാർട്ട് വീഡിയോയിൽ പറഞ്ഞ കാര്യമാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ അക്വസ് ദ്രവം എന്ന് പറയുന്ന ദ്രവം നമ്മുടെ കണ്ണിലെ കലകൾക്ക് എന്ത് ചെയ്യുന്നു? നറിഷ് ചെയ്യുന്നു, പോഷണം നൽകുന്നു എന്നുള്ളത് നമ്മൾ പഠിച്ച കാര്യമാണ്. ഇഫ് ദ റീഅബ്സോർപ്ഷൻ ഓഫ് അക്വസ് ഹ്യൂമർ ഡസ് നോട്ട് ഒക്കർ, അക്വസ് ഹ്യൂമറിൻ്റെ അല്ലെങ്കിൽ അക്വസ് ദ്രവത്തിൻ്റെ പുനരാഗിരണം നടന്നില്ല എന്നുണ്ടെങ്കിൽ, അപ്പോൾ അക്വസ് ഹ്യൂമർ എന്നുള്ളത് രക്തത്തിൽ നിന്ന് ഉണ്ടാവുകയും അത് രക്തത്തിലേക്ക് തന്നെ തിരിച്ച് ആഗിരണം ചെയ്യപ്പെടുകയും ചെയ്യുന്ന ദ്രവമാണ്. എന്നാൽ ഈ അക്വസ് ഹ്യൂമറിൻ്റെ റീഅബ്സോർപ്ഷൻ നടന്നില്ല എന്നുണ്ടെങ്കിൽ, പുനരാഗിരണം നടന്നില്ല എന്നുണ്ടെങ്കിൽ, ഇറ്റ് കാസസ് ആൻ ഇൻക്രീസ് ഇൻ ദ പ്രഷർ ഇൻസൈഡ് ദ ഐസ്. ഇത് കണ്ണിനുള്ളിൽ അതിമർദ്ദമുണ്ടാക്കാനായിട്ട് കാരണമാവുകയും ചെയ്യുന്നു. ദിസ് കാസസ് ഡാമേജ് ടു ദ റെറ്റിന ആൻഡ് ദ ഫോട്ടോ റിസപ്റ്റർ സെൽസ് ആൻഡ് അൾട്ടിമേറ്റ്ലി ലീഡ്സ് ടു ദ ബ്ലൈൻഡ്നെസ്. അങ്ങനെ കണ്ണിനുള്ളിൽ അതിമർദ്ദം അനുഭവപ്പെടുമ്പോൾ അത് കണ്ണിലെ റെറ്റിനയ്ക്കും അതുപോലെ ഫോട്ടോ റിസപ്റ്റർ സെല്ലിനും പ്രകാശഗ്രാഹി കോശങ്ങൾക്കും ഡാമേജ് ഉണ്ടാക്കാനായിട്ട്, നാശമുണ്ടാക്കാൻ കാരണമാവുകയും അത് അന്ധതയിലേക്ക് നയിക്കുകയും ചെയ്യുന്നു. അൾട്ടിമേറ്റ്ലി ലീഡ്സ് ടു ബ്ലൈൻഡ്നെസ് എന്ന് പറഞ്ഞാൽ അത് അന്ധതയിലേക്ക് നയിക്കുകയും ചെയ്യുന്നു. ദിസ് ഡിഫക്റ്റ് ഈസ് കാൾഡ് ഗ്ലോക്കോമ. ഈ ഡിഫക്റ്റിനെയാണ്, ഈ തകരാറിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഗ്ലോക്കോമ എന്ന് വിളിക്കുന്നത്. ഇറ്റ് ക്യാൻ ബി റെക്ടിഫൈഡ് ബൈ ലേസർ സർജറി. ഈ അവസ്ഥ നമുക്ക് ലേസർ ശസ്ത്രക്രിയയിലൂടെ പരിഹരിക്കാവുന്നതും ആണ്. നെക്സ്റ്റ് നമ്മൾ പരിചയപ്പെടുന്നത് കാറ്ററാക്റ്റ് അഥവാ തിമിരം എന്ന് പറയുന്ന രോഗത്തെക്കുറിച്ചാണ്. ഈ തിമിരത്തെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. ഇറ്റ് ഈസ് എ കണ്ടീഷൻ ഇൻ വിച്ച് ദ ലെൻസ് ഓഫ് ദ ഐസ് ബിക്കം ഒപ്പേക്ക് റിസൾട്ടിങ് ഇൻ ബ്ലൈൻഡ്നെസ്. കണ്ണിലെ ലെൻസ് അതാര്യമാകുന്നത് മൂലം കാഴ്ച നഷ്ടപ്പെടുന്ന അവസ്ഥയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? തിമിരം അല്ലെങ്കിൽ കാറ്ററാക്റ്റ് എന്ന് വിളിക്കുന്നത്. ദിസ് ക്യാൻ ബി റെക്ടിഫൈഡ് ബൈ റീപ്ലേസിംഗ് ദ ലെൻസ് വിച്ച് ആൻ ആർട്ടിഫിഷ്യൽ ഓൺ ത്രൂ സർജറി. ലെൻസ് മാറ്റിവെക്കൽ ശസ്ത്രക്രിയയിലൂടെ നമുക്ക് ഇതിന് പരിഹാരം കണ്ടെത്തുവാനും സാധിക്കും. നെക്സ്റ്റ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന നേത്രരോഗം, ഐ ഡിസീസ് എന്ന് പറയുന്നത് കൺജക്റ്റൈവൈറ്റിസ് ആണ്. കൺജക്റ്റൈവൈറ്റിസ് അല്ലെങ്കിൽ ചെങ്കണ്ണ് എന്ന് നമ്മൾ മലയാളത്തിൽ പറയും. നമുക്ക് പരിചയമുള്ള രോഗം തന്നെയാണ്. ദിസ് ഈസ് ആൻ ഇൻഫെക്ഷൻ ഓഫ് കൺജക്റ്റൈവ. കൺജക്റ്റൈവയെക്കുറിച്ചൊക്കെ നമ്മൾ നേരത്തെ ക്ലാസ്സുകളിൽ പഠിച്ചതാണ്. അപ്പോൾ കൺജക്റ്റൈവയെ ബാധിക്കുന്ന അണുബാധ അല്ലെങ്കിൽ എന്തു പറയും? ഇൻഫെക്ഷനാണ് എന്ത്? കൺജക്റ്റൈവൈറ്റിസ് എന്ന് പറയുന്നത്. The causative organisms may be bacteria, virus, etc. ഇതിന് കാരണമാകുന്നത് ബാക്ടീരിയ, വൈറസ് തുടങ്ങിയ രോഗകാരികൾ ആണ്. ദിസ് ഡിസീസ് ഈസ് ട്രാൻസ്മിറ്റഡ് ത്രൂ കോണ്ടാക്റ്റ്. ഈ രോഗം സ്പർശനത്തിലൂടെയും മറ്റുമാണ് എന്ത് ചെയ്യുന്നത്? പകരുന്നത്. ആൻഡ് ക്യാൻ ബി പ്രിവെൻറ്റഡ് ബൈ മെയിൻറ്റെയിനിങ് പേഴ്സണൽ ഹൈജീൻ. വ്യക്തിശുചിത്വം പാലിക്കുന്നതിലൂടെ ഈ രോഗത്തെ നമുക്ക് ഒരു പരിധി വരെ തടയാനായിട്ടും സാധിക്കും. നെക്സ്റ്റ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് പ്രൊട്ടക്ഷൻ ഓഫ് ഐസ് എന്നുള്ളതാണ്. നമ്മുടെ കണ്ണിൻ്റെ സംരക്ഷണം എന്ന് പറയുന്ന ഭാഗമാണ് നമ്മൾ പരിചയപ്പെടാനായിട്ട് പോകുന്നത്. വാട്ട് ആർ ദ തിങ്സ് ടു ബി ടേക്കൺ കെയർ ഓഫ് ടു എൻഷുർ ദ ഹെൽത്ത് ഓഫ് ദ ഐസ്.
ഇവിടെ രണ്ട് ഇൻഡിക്കേറ്റേഴ്സ് ആണുള്ളത്, രണ്ട് സൂചകങ്ങളാണുള്ളത്. നമുക്ക് ആദ്യത്തെ സൂചകം ഒന്ന് പരിചയപ്പെടാം. ഫുഡ് മെറ്റീരിയൽസ് റിച്ച് ഇൻ വിറ്റാമിൻ എ ആൻഡ് ഹെൽത്ത് ഓഫ് ദ ഐ. കണ്ണിൻ്റെ ആരോഗ്യവും അതുപോലെ വിറ്റാമിൻ എ അധികം അടങ്ങിയിട്ടുള്ള ആഹാര പദാർത്ഥങ്ങളും എന്നുള്ളതാണ് ആദ്യത്തെ ടോപ്പിക്. അപ്പോൾ നമ്മൾ നൈറ്റ് ബ്ലൈൻഡ്നെസ്സും സിറോഫ്താൽമിയും ഒക്കെ പഠിച്ചപ്പോൾ വിറ്റാമിൻ എയുടെ പ്രാധാന്യത്തെക്കുറിച്ച് അവിടെ പറഞ്ഞതാണ്. അതുകൊണ്ട് തന്നെ വിറ്റാമിൻ എ റിച്ച് ആയിട്ടുള്ള അല്ലെങ്കിൽ വിറ്റാമിൻ എ അധികം അടങ്ങിയിട്ടുള്ള ആഹാര പദാർത്ഥങ്ങൾ നമ്മുടെ ഡെയിലി ഡയറ്റിൽ ഉൾപ്പെടുത്തേണ്ടതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് നിങ്ങൾക്ക് ഇപ്പോൾ അറിയാം. ലീഫി വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ് എന്നിവയിലെല്ലാം വിറ്റാമിൻ എ അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളുടെ ഡെയിലി ഡയറ്റിൽ വിറ്റാമിൻ എ അടങ്ങിയ ഇത്തരത്തിലുള്ള ആഹാര സാധനങ്ങൾ ഉൾപ്പെടുത്തേണ്ടതാണ്. അത് കണ്ണിൻ്റെ ആരോഗ്യത്തിന് വളരെ നല്ലതും ആണ്. ഇനി രണ്ടാമതായി നമ്മൾ പഠിക്കുന്ന പോയിൻ്റ് എന്ന് പറയുന്നത്, രണ്ടാമത് നമുക്ക് തന്നിരിക്കുന്ന ഇൻഡിക്കേറ്റർ എന്ന് പറയുന്നത് എക്സസീവ് യൂസ് ഓഫ് മൊബൈൽ, കമ്പ്യൂട്ടർ എക്സെട്ര ആൻഡ് ഹെൽത്ത് ഓഫ് ദ ഐ. കണ്ണിൻ്റെ ആരോഗ്യവും നമ്മുടെ കമ്പ്യൂട്ടറും അതുപോലെ മൊബൈൽ ഫോണുമൊക്കെ അധിക നേരം ഉപയോഗിക്കുന്നതും എന്നുള്ളതാണ് രണ്ടാമത്തെ നമുക്ക് തന്നിരിക്കുന്ന ഇൻഡിക്കേറ്റർ അഥവാ സൂചകം. കമ്പ്യൂട്ടർ വിഷൻ സിൻഡ്രോം എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? എന്താണ് കമ്പ്യൂട്ടർ വിഷൻ സിൻഡ്രോം എന്ന് നമുക്ക് നോക്കാം. ദ പ്രോബ്ലംസ് ഓഫ് ദ ഐസ് കാസ്ഡ് ബൈ ദ എക്സസീവ് യൂസ് ഓഫ് സെൽഫോൺസ്, കമ്പ്യൂട്ടർ, ടാബ്ലറ്റ് എക്സെട്ര ഈസ് കാൾഡ് കമ്പ്യൂട്ടർ വിഷൻ സിൻഡ്രോം. അതായത് നമ്മുടെ കമ്പ്യൂട്ടറും അതുപോലെ മൊബൈൽ ഫോൺസും ടാബ്ലറ്റുമൊക്കെ അധിക സമയം ഉപയോഗിക്കുന്നത് മൂലം നമ്മുടെ കണ്ണിനുണ്ടാകുന്ന പ്രോബ്ലംസിനെക്കുറിച്ച്, പ്രശ്നങ്ങളെ ആണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? കമ്പ്യൂട്ടർ വിഷൻ സിൻഡ്രോം എന്ന് വിളിക്കുന്നത്. ഇതവിടെ ഒന്ന് രണ്ട് കാര്യം കൂടി നമുക്ക് പഠിക്കാനുണ്ട്. ദ കണ്ടിന്യൂസ് യൂസ് ഓഫ് സച്ച് ഡിവൈസസ് അഫക്റ്റ് ദ എബിലിറ്റി ഓഫ് ദ ഐ ടു ഫോക്കസ്. അല്ലേ, നമ്മുടെ കണ്ണിന് ഫോക്കസ് ചെയ്യാനുള്ള കഴിവ്, അതായത് നമ്മൾ കുറേ നേരം കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെയുള്ള ഡിവൈസുകൾ, അതായത് കമ്പ്യൂട്ടറും മൊബൈലും ടാബ്ലറ്റും ഒക്കെ കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കുകയാണ് എന്നുണ്ടെങ്കിൽ കണ്ണിന് വസ്തുക്കളെ ഫോക്കസ് ചെയ്യാനുള്ള, ഒബ്ജക്റ്റിനെ ഫോക്കസ് ചെയ്യാനുള്ള കഴിവ് പതിയെ നഷ്ടപ്പെടും. ഹെഡേക്ക് ഈസ് ദ മേജർ സിംറ്റം. ഇതിൻ്റെ പ്രധാന ലക്ഷണം എന്ന് പറയുന്നത് ഹെഡേക്കാണ്. ഹെഡേക്ക് എന്ന് പറയുന്നത് എന്താണ്? തലവേദനയാണ് ഇതിൻ്റെ പ്രധാന ലക്ഷണം. ഡ്രൈയിങ് ഓഫ് ദ ഐ. ഡ്രൈയിങ് ഓഫ് ദ ഐ എന്ന് പറഞ്ഞാൽ കണ്ണ് വരളുക അല്ലെങ്കിൽ കണ്ണ് വരണ്ടു പോവുക എന്നുള്ളതും, ഹൈ പ്രഷർ ഇൻ ദ ഐ, കണ്ണിനുള്ളിൽ അതിസമ്മർദ്ദം അനുഭവപ്പെടുക എന്നുള്ളതാണ് ഇതിൻ്റെ മറ്റ് രണ്ട് സിംറ്റം എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമ്മൾ ഇയറിനെ കുറിച്ചാണ് പഠിക്കുന്നത്. ഇയർ അല്ലെങ്കിൽ ചെവി. ഇവിടെ പറഞ്ഞിരിക്കുന്നു, യു ഹാവ് സ്റ്റഡീഡ് ദാറ്റ് ഓഡിറ്ററി റിസെപ്റ്റേഴ്സ് ആർ പ്രസൻറ്റ് ഇൻ ദ ഇയർ. നമ്മൾ ഈ ചാപ്റ്റർ തുടങ്ങിയ ഫസ്റ്റ് പാർട്ട് വീഡിയോ തന്നെ പറയുന്നുണ്ട്, നമ്മുടെ ചെവിക്കുള്ളിൽ ഓഡിറ്ററി റിസെപ്റ്റേഴ്സ് ഉണ്ട്, ശബ്ദഗ്രാഹി കോശങ്ങൾ ഉണ്ട് എന്നുള്ള കാര്യം. ദ ഇയർ നോട്ട് ഓൺലി ഹെൽപ്പ് അസ് ഇൻ ഹിയറിംഗ് ബട്ട് ആൾസോ ഇൻ മെയിൻറ്റെയിനിങ് ദ ബാലൻസ് ഓഫ് ദ ബോഡി. നമ്മുടെ ചെവി നമുക്ക് കേൾവിക്ക് മാത്രമല്ല ഉപകരിക്കുന്നത്, അത് എന്തിനു കൂടിയുണ്ട്? നമ്മുടെ ശരീരത്തിൻ്റെ തുലനനില പാലിക്കുന്നതിലും ഒരു പങ്ക് ആര് വഹിക്കുന്നുണ്ട്? നമ്മുടെ ചെവി വഹിക്കുന്നുണ്ട്. അതിനെക്കുറിച്ചൊക്കെ നമ്മൾ വരുന്ന ക്ലാസ്സുകൾ പഠിക്കും. ഇവിടെ നിങ്ങൾക്ക് സ്ക്രീനിൽ സ്ട്രക്ചർ ഓഫ് ദ ഇയർ കാണാൻ കഴിയും. ചെവിയുടെ ഘടന നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. നമ്മുടെ ചെവിയെ 3 പാർട്ടുകളായിട്ട് തിരിച്ചിരിക്കുന്നതായിട്ട് കാണാൻ കഴിയും. 3 പാർട്ടായിട്ട് തിരിച്ചിരിക്കുന്നതായിട്ട് കാണാൻ കഴിയും. എക്സ്റ്റേണൽ ഇയർ എന്നും മിഡിൽ ഇയർ എന്നും ഇൻറ്റേർണൽ ഇയർ എന്നും പറഞ്ഞ് 3 ഭാഗങ്ങളായിട്ട് തിരിച്ചിരിക്കുന്നത് കാണാനായിട്ട് സാധിക്കും. ഇവിടെ നമ്മൾ ഫസ്റ്റ് പഠിക്കുന്നത് എക്സ്റ്റേണൽ ഇയറിനെ കുറിച്ചാണ്. എക്സ്റ്റേണൽ ഇയർ അല്ലെങ്കിൽ ബാഹ്യകർണത്തെക്കുറിച്ചാണ് നമ്മളിവിടെ പഠിക്കുന്നത്. ഇവിടെ എക്സ്റ്റേണൽ ഇയറിൻ്റെ പാർട്സുകളായിട്ട് നമുക്ക് 3 പാർട്ടുകളാണ് പഠിക്കാനുള്ളത്. നമുക്ക് ആദ്യം ആ പാർട്ടിൻ്റെ എല്ലാം പേരുകളൊന്ന് പരിചയപ്പെടാം. ഫസ്റ്റ് നമ്മൾ പഠിക്കുന്നത് പിന്ന, നെക്സ്റ്റ് നമ്മൾ പഠിക്കുന്നത് ഓഡിറ്ററി കനാൽ, തേർഡായിട്ടും ലാസ്റ്റായിട്ട് നമ്മൾ പഠിക്കുന്നത് ടിംപാനം എന്നുള്ളതൊക്കെയാണ്. അങ്ങനെ 3 ഭാഗങ്ങളാണ് പഠിക്കാനുള്ളത്. നമുക്ക് ഓരോന്നായിട്ട് പഠിച്ചു വരാം. ഫസ്റ്റ് നമ്മൾ പഠിക്കുന്നത് എന്തിനെക്കുറിച്ചാണ്?
പിന്നെക്കുറിച്ചാണ്. നമുക്ക് ചെവി അല്ലെങ്കിൽ ഇയർ എന്ന് പറയുമ്പോൾ നമുക്ക് ഓർമ്മ വരുന്നത് എന്താണ്? നമ്മുടെ ഏറ്റവും പുറമെ കാണപ്പെടുന്ന ഈ പിന്നെക്കുറിച്ചാണ്. പിന്നെ അല്ലെങ്കിൽ നമ്മൾ എന്ത് പറയും? ചെവിക്കുട എന്ന് പറയും. ക്യാരീസ് സൗണ്ട് വേവ്സ് ടു ദ ഓഡിറ്ററി കനാൽ. ശബ്ദ തരംഗങ്ങളെ ഓഡിറ്ററി കനാലിലേക്ക് നയിക്കുന്ന ഭാഗമാണ് ചെവിക്കുട. അതായത് പുറമേയുള്ള ശബ്ദതരംഗങ്ങളെ പിടിച്ചെടുത്ത് നമ്മുടെ അടുത്ത ഭാഗം, നമ്മൾ പഠിക്കുന്ന അടുത്ത ഭാഗമായ ഓഡിറ്ററി കനാലിലേക്ക് നയിക്കുന്നത് ആരാണ്? ഈ ചെവിക്കുടയാണ് അല്ലെങ്കിൽ പിന്നെയാണ്. നെക്സ്റ്റ് നമ്മൾ പഠിക്കുന്നത് എന്തിനെക്കുറിച്ചാണ്? ഓഡിറ്ററി കനാലിനെ കുറിച്ചാണ്. ക്യാരി സൗണ്ട് വേവ്സ് ടു ദ ടിംപാനം. ടിംപാനത്തെക്കുറിച്ച് നമ്മളിനി പഠിക്കും. അപ്പോൾ ശബ്ദതരംഗങ്ങളെ എന്തിലേക്ക് നയിക്കുന്നു? കർണപടം അഥവാ ടിംപാനത്തിലേക്ക് നയിക്കുന്നത് ഓഡിറ്ററി കനാലാണ്. സ്മാൾ ഹെയർസ് ആൻഡ് വാക്സ് പ്രസൻറ്റ് ഇൻസൈഡ് ദ കനാൽ ഹെൽപ്പ് ടു പ്രിവെൻറ്റ് ഡസ്റ്റ് ആൻഡ് ഫോറിൻ പാർട്ടിക്കിൾ ഫ്രം എൻ്ററിങ് ദ ഇയർ. കർണനാളത്തിലെ ചെറിയ രോമങ്ങൾ, അതുപോലെ വാക്സ് കർണമെഴുക് എന്നിവ പൊടിപടലങ്ങളും മറ്റ് വസ്തുക്കളും, അതായത് രോഗാണുക്കളുമൊന്നും ചെവിക്കുള്ളിലേക്ക് പ്രവേശിക്കാതെ തടയുന്നു എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇനി അവിടെ അവസാനമായിട്ട് നമ്മൾ പഠിക്കാനുള്ളത് എന്തിനെക്കുറിച്ചാണ്? ടിംപാനം എന്ന് പറയുന്ന ഭാഗത്തെക്കുറിച്ചാണ്. ടിംപാനം എന്ന് പറയുന്ന പാർട്ടിനെക്കുറിച്ചാണ് നമുക്കിവിടെ പഠിക്കാനായിട്ട് ഉള്ളത്. എ തിൻ സർക്കുലർ മെംബ്രെയിൻ ദാറ്റ് സെപ്പറേറ്റ്സ് ദ മിഡിൽ ഇയർ ഫ്രം ദ എക്സ്റ്റേണൽ ഇയർ. മധ്യകർണത്തെ ബാഹ്യകർണത്തിൽ നിന്നും വേർതിരിക്കുന്ന വൃത്താകൃതിയിലുള്ള സ്തരമാണ്, മെംബ്രെയിനാണ് എന്ന് പറയുന്നത് ടിംപാനം എന്ന് പറയുന്നത്. ഇറ്റ് വൈബ്രേറ്റ്സ് ഇൻ റെസണൻസ് വിത്ത് സൗണ്ട് വേവ്സ്. ശബ്ദ തരംഗങ്ങൾക്കനുസരിച്ച് ഇത് ടിംപാനം എന്ത് ചെയ്യും? വൈബ്രേറ്റ് ചെയ്യും, കമ്പനം ചെയ്യും. നെക്സ്റ്റ് നമ്മൾ പഠിക്കാനുള്ളത് മിഡിൽ ഇയറിനെ കുറിച്ചാണ്, അല്ലെങ്കിൽ മധ്യകർണത്തെക്കുറിച്ചാണ്. ഇവിടെ നമുക്ക് രണ്ട് പാർട്ടിനെക്കുറിച്ചാണ് പ്രധാനമായിട്ടും പഠിക്കാനായിട്ടുള്ളത്. ഒന്ന് ഇയർ ഓസിക്കിളും, രണ്ടാമത്തേത് യൂസ്റ്റേഷ്യൻ ട്യൂബും. നമുക്ക് ആദ്യം ഇയർ ഓസിക്കിളിനെ കുറിച്ച് പറയാം. ആംപ്ലിഫൈ ആൻഡ് ട്രാൻസ്മിറ്റ് ദ വൈബ്രേഷൻ ഓഫ് ദ ടിംപാനം ടു ദ ഇൻറ്റേർണൽ ഇയർ. നമ്മൾ ടിംപാനത്തിലുണ്ടാകുന്ന വൈബ്രേഷനെ, കമ്പനങ്ങളെ വർദ്ധിപ്പിച്ച് നമ്മുടെ ഇൻറ്റേർണൽ ഇയറിലേക്ക് എത്തിക്കുന്ന ഭാഗമാണ് ഈ പറയുന്ന ഇയർ ഓസിക്കിൾ. ആ ഇയർ ഓസിക്കിളിൽ 3 അസ്ഥികൾ കാണപ്പെടുന്നുണ്ട്. നിങ്ങൾക്കിവിടെ സ്ട്രക്ചർ ഓഫ് മിഡിൽ ഇയർ കാണാൻ കഴിയും. അവിടെ 3 അസ്ഥികൾ, മാലിയസ്, ഇംഗസ്, സ്റ്റേപ്പിസ് എന്ന് പറയുന്ന 3 ബോൺസിനെ നിങ്ങൾക്ക് അവിടെ കാണാനായിട്ട് സാധിക്കും. അതിൽ സ്റ്റേപ്പിസിനെ കുറിച്ച് നമുക്ക് അറിയാം. നമ്മുടെ ബോഡിയിലെ തന്നെ, മനുഷ്യൻ്റെ ശരീരത്തിലെ തന്നെ ഏറ്റവും ചെറിയ സ്മാളസ്റ്റ് ആയിട്ടുള്ള ഒരു ബോണാണ് എന്ന് പറയുന്നത് സ്റ്റേപ്പിസ് എന്ന് പറയുന്നത്. അതെവിടെയാണ് കാണപ്പെടുന്നത്? നമ്മുടെ ചെവിക്കുള്ളിൽ കാണപ്പെടുന്നു. ചെവിയുടെ ഏത് ഭാഗത്തെന്ന് ചോദിച്ചാൽ മിഡിൽ ഇയറിലാണ് കാണപ്പെടുന്നത് എന്ന് നമ്മളിവിടെ പഠിച്ചു. മിഡിൽ ഇയറിൽ നമ്മൾ പരിചയപ്പെടുന്ന മറ്റൊരു ഭാഗമാണ് യൂസ്റ്റേഷ്യൻ ട്യൂബ് അഥവാ യൂസ്റ്റേഷ്യൻ നാളി. കണക്ട്സ് ദ മിഡിൽ ഇയർ ആൻഡ് ദ ഫാരിങ്സ്. മധ്യകർണത്തെയും ഫാരിങ്സ് അഥവാ ഗ്രസനിയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഭാഗമാണ് യൂസ്റ്റേഷ്യൻ ട്യൂബ്. പ്രൊട്ടക്ട്സ് ദ ടിംപാനം ബൈ ബാലൻസിങ് ദ പ്രഷർ ഓൺ എയ്തർ സൈഡ് ഓഫ് ദി ടിംപാനം. കർണപടത്തിന് ഇരുവശത്തെയും മർദ്ദം തുല്യമാക്കി കർണപടത്തെ സംരക്ഷിക്കുക എന്നുള്ളതാണ് ആരുടെ ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ? ഈ പറയുന്ന യൂസ്റ്റേഷ്യൻ ട്യൂബിൻ്റെ ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണും വരെ എല്ലാവർക്കും ബൈ.